അഷ്കർ അലി ആദ്യഘട്ടത്തിൽ SP-യിൽ നിന്ന് തുടങ്ങിയതാണ്. അത് ADGP വരെ എത്തി നിർത്തുന്നു. അത് കഴിഞ്ഞ് അടുത്ത എഡിഷനായി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിലെ RSS ബന്ധമുള്ള ഉദ്യോഗസ്ഥരുടെ ഇടപെടലാണിപ്പോൾ എടുത്തു പറയുന്നത് PV അൻവർ. അൻവറിന്റെ ലക്ഷ്യം എന്താണ് അഷ്കർ? കൃത്യമായും ഇന്ന് മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള P ശശിക്കെതിരെയുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് PV അൻവർ വാർത്താ സമ്മേളനം നടത്തിയത്. ഏറ്റവും പ്രധാനമായി രണ്ട് കാര്യമാണ് ഇന്ന് ഉന്നയിച്ചത്. അതിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, കേരള രാഷ്ട്രം തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ADGP അജിത് കുമാറും അതുപോലെ തന്നെ RSS നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടാണ്. ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് സമർപ്പിച്ച റിപ്പോർട്ട്, മുഖ്യമന്ത്രിക്ക് വേണ്ടി സമർപ്പിച്ച റിപ്പോർട്ട് മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയും അതുപോലെ തന്നെ ADGP അജിത് കുമാറും കൂടി പൂഴ്ത്തി എന്നുള്ള ഗുരുതര ആരോപണമാണ് PV അൻവർ ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയെ വിശ്വസിച്ചവർ തന്നെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിശ്വസിച്ച് ഉത്തരവാദിത്തം ഏൽപ്പിച്ചവർ തന്നെ മുഖ്യമന്ത്രി ചതിച്ചു. ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എത്താത്തത് കൊണ്ടാണ് നടപടി എടുക്കാത്തതെന്നും അത് പൂഴ്ത്തിയതിൻ്റെ ഉത്തരവാദിത്തം P ശശിക്കാണെന്നുള്ള ഗുരുതര ആരോപണമാണ് PV അൻവർ ഉന്നയിച്ചത്. രണ്ടാമത്തെ അതിഗൗരവമായ വിഷയം എന്ന് പറയുന്നത് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസുമായി ബന്ധപ്പെട്ടാണ്. ആ കേസ് സംസ്ഥാനത്തെ പോലീസ് അട്ടിമറിച്ചു എന്നാണ് PV അൻവർ ഉന്നയിക്കുന്ന ആരോപണം. അതിന് തെളിവായിക്കൊണ്ട് തന്നെ അന്ന് ആ കേസുമായി അന്വേഷിച്ച രണ്ടാമത്തെ അന്വേഷണ സംഘം ആ ക്രൈംബ്രാഞ്ച് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ട് കൂടി ഇന്ന് PV അൻവർ പുറത്തുവിടുകയുമുണ്ടായി. ആ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ആദ്യം കേസ് അന്വേഷിച്ച അന്വേഷണ സംഘമാർ VS ദിനുരാജ് DYSPയും അതുപോലെ തന്നെ രാജേഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരും, ഇവർ രണ്ടുപേരും ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. അതിൽ ഒരാൾ പിന്നീട് റിട്ടയർഡ് ആയിക്കൊണ്ട് BJPയുടെ തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് ബൂത്ത് ഏജന്റായി പ്രവർത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും PV അൻവർ പുറത്തുവിട്ടു. രണ്ടാമത്തെ ഉദ്യോഗസ്ഥനടക്കം ഈ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആളുകളുടെയും ഫോൺ കോളുകൾ ചോർത്തി. പക്ഷേ അതിൽ ചോർത്തിയതൊന്നും പ്രതികളായിട്ടുള്ള RSS പ്രവർത്തകരുടേതായിരുന്നില്ല, മറിച്ച് കാരായി രാജനടക്കമുള്ള CPMന്റെ പ്രമുഖരായ നേതാക്കളുടെയും പ്രവർത്തകരുടെയും DYFI നേതാക്കളുടെയും ഒക്കെ ഫോൺ കോളുകളാണ് ഈ ഉദ്യോഗസ്ഥൻ ചോർത്തിയത്. അത് ക്രമവിരുദ്ധമായി തന്നെയാണ് ചോർത്തിയത്, ഈ കേസുമായി ബന്ധമില്ലാതെ തന്നെയാണ് ചോർത്തിയതെന്നും പിന്നീട് നടന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തി. അതടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്ന റിപ്പോർട്ടാണ്, ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടാണ് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് DYSP സമർപ്പിച്ചത്. പക്ഷേ ആ റിപ്പോർട്ടും ഇത്തരത്തിൽ ADGP അജിത് കുമാറും P ശശിയും അടങ്ങുന്ന ആ നെക്സസ് പൂഴ്ത്തി വെച്ചുകൊണ്ട് അതും അട്ടിമറിച്ചു. സന്ദീപാനന്ദഗിരി കേസിൽ ഗുരുതരമായ ആരോപണങ്ങളാണ്. പോലീസിൽ ഒരു ക്രിമിനൽ സംഘം പ്രവർത്തിക്കുന്നു എന്ന ആരോപണമാണ് ഇന്ന് രണ്ട് ഉദ്യോഗസ്ഥരുടെ പേരടക്കം വെളിപ്പെടുത്തിക്കൊണ്ട് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിലെ CDR പരിശോധനയടക്കം വ്യക്തമാക്കിക്കൊണ്ട് PV അൻവർ MLA ഇന്ന് മുന്നോട്ട് വെച്ചത്.